പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യ മുതലെത്തുമെന്നേക്ക് തന്നെ ആമീൻ. ദ ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ ഇട്ടു ആലുക്കൽ കോർ എപ്പിസ്കോപ്പ. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, പരിശുദ്ധ കന്യാമറിയാം എടുക്കപ്പെട്ടത് എങ്ങോട്ടേക്കാണ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ്. കന്യാമറിയാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാൾ അല്ലെങ്കിൽ അവളുടെ സ്വർഗാരോഹണം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് പറയുമ്പോഴത് സ്വർഗത്തിലേക്കല്ല, ഏദന്റെ പർദീസായിലേക്കായിരുന്നു എന്നാണ് പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. അവിടെ സ്വർഗം എന്ന വാക്ക് പിതാക്കന്മാർ ഉദ്ദേശിച്ചിരിക്കുന്നത് തന്നെ പർദീസ എന്ന അർത്ഥത്തിലാണ്. ഈ ഏദന്റെ പർദീസ എവിടെയായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. ഏദൻ എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ സന്തോഷം എന്നാണ്. ഏദൻ എന്ന രാജ്യം ഭൂമിയിലായിരുന്നുവെന്നും അത് അർമീനിയൻ പീഠഭൂമിയായിരുന്നു എന്നും ജലപ്രളയത്തിൽ അത് നശിച്ചു പോയെന്നും ഊഹിക്കുകയാണ്. നോഹയുടെ കാലത്ത് ജലപ്രളയം ഉണ്ടായപ്പോൾ അത് നശിച്ചു പോയെന്നാണ് ഊഹം. അക്കാലത്ത് സമതലത്തേക്കാൾ ഉന്നതമായ സ്ഥലത്ത് ഏദൻ സ്ഥിതി ചെയ്തിരുന്നതിനാൽ ആകാശത്തിനും ഭൂമിക്ക് മധ്യേ ഏദൻ പർദീസ എന്ന് പൂർവ്വപിതാക്കന്മാർ പറയുന്നു. അത് അർമീനിയൻ പീഠഭൂമിയിലായിരുന്നുവെന്നും ജലപ്രളയത്തിൽ അത് നശിച്ചു പോയേക്കാമെന്നും അല്ലെങ്കിൽ നശിച്ചു പോയെന്നും ഊഹിക്കുകയാണ്. ആകാശം ഭൂമിക്ക് മധ്യേ ഒരു സ്ഥലം എന്ന് തന്നെ പറയണം ഉണ്ടായിരുന്നുവെന്ന് നാം മനസ്സിലാക്കണം. ഇനി ഏതെന്ന രാജ്യം ഭൂമിയിലായിരുന്നു എന്നതിന് തെളിവുകളുണ്ട്. 4 നദികളെ കുറിച്ച് പറയുന്നുണ്ട്. ഇതിൽ പീശോൻ ഗീഹോൻ നദികൾ എവിടെയാണെന്ന് നിശ്ചയമില്ല. നമ്മൾ അനുതാപത്തിൻ്റെ ഒരു പാട്ട് പാടുമ്പോൾ പീശോൻ പോലെ കണ്ണുതുറ, ഗീഹോൻ പോലെ ഉണ്ണികളും ദഖിലാസും ഫ്രാസും കൂടിയാലും അയ്യോ നീ വെളുക്കുന്നില്ല. ആ 4 നദികളെ പറ്റി ഇവിടെ പറയുന്നു. പീശോൻ ഗീഹോൻ നദികൾ എവിടെയാണെന്ന് നിശ്ചയമില്ല. ഒരുപക്ഷെ ജലപ്രളയത്തിൽ അത് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ മറ്റു നദികളുമായി കൂടിച്ചേർന്നുവെന്ന് വിശ്വസിക്കാം. ഹിദ്ദേക്കല ഫ്രാത്തും അതായത് യൂഫ്രട്ടീസും ടൈഗ്രീസും ആണെന്ന് ഊഹിക്കുകയാണ്. ദഖിലാസും ഫ്രാത്തും എന്ന് പറയുമ്പോൾ യൂഫ്രട്ടീസും ടൈഗ്രീസുമാണെന്ന് പിതാക്കന്മാർ പഠിപ്പിക്കുന്നു. അങ്ങനെ ഒരു ഊഹം. മറ്റ് രാജ്യങ്ങളെന്നുണ്ടായിരുന്നു. ഉൽപ്പത്തി 2:11 മുതൽ 16 വരെയും 4:16 ഹവീല, അശൂർ, നോദ് എന്നീ സ്ഥലങ്ങളെ പറ്റി പറയുന്നുണ്ട്. അവിടെ പൊന്നും മറ്റും ഉണ്ടായിരുന്നതായി പറയുന്നു. ഉൽപ്പത്തി 2:11 മുതൽ 12 വരെ. അവിടെ അനേകം ഫലമൂലാദികൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഉൽപ്പത്തി 2:9. ആകാശത്തിനും ഭൂമിക്കും മധ്യേ പൊന്നും മറ്റുണ്ടായിരുന്നതാണ്, അനേകം ഫലമൂലാദികൾ ഉണ്ടായിരുന്നതാണെന്നൊക്കെ പരിശുദ്ധ ഗ്രന്ഥത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ജലപ്രളയത്തിൽ നശിച്ചു പോയെങ്കിലും ഏദന്റെ പർദീസായിലേക്കാണ് മറിയാമിൻ്റെ ശരീരവും ആത്മാവും എടുക്കപ്പെട്ടത് എന്ന് നാം മനസ്സിലാക്കണം. സ്വർഗത്തിൽ ഇപ്പം ആരുമില്ല, മാലാഖമാരും വിശുദ്ധ തൃത്വവും മാത്രമേ ഉള്ളൂ.
നമ്മുടെ പഠിപ്പിക്കൽ അങ്ങനെയാണ്. സ്വർഗം നരകമൊക്കെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് ശേഷമുള്ള അനുഭവങ്ങളാണ്. നരകം ഇപ്പോഴുണ്ട്, സ്വർഗവുമുണ്ട്. പക്ഷേ നമുക്ക് അത് അനുഭവവേദ്യമാകുന്നത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് ന്യായവിധിക്കും ശേഷമാണ്. അപ്പോൾ അർമീനിയൻ പീഠഭൂമി ജലപ്രളയത്തിൽ നശിച്ചു പോയി എന്ന് ഊഹിക്കുമ്പോൾ എവിടെയാണെന്ന് നമുക്ക് സങ്കല്പിക്കാനേ പറ്റുള്ളൂ. അത് ആത്മീയമായ ഒരു ഇടം, ഒരു വാസസ്ഥലം എന്ന് നാം വിശ്വസിക്കണം. അത് ഇൻവിസിബിൾ ആണെങ്കിലും അങ്ങനെ വിശ്വസിച്ചേ പറ്റൂ. കാരണം അങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവുകളുണ്ട്. അപ്പോൾ വിശുദ്ധന്മാരുടെ ആത്മാക്കളൊക്കെ പറുദീസയിൽ വിശ്രമിക്കുന്നു എന്നാണ് നമ്മുടെ വിശ്വാസം. മരണശേഷം ഒന്നോലെ പാതാളം അല്ലെങ്കിൽ പറുദീസ. മറിയാമിൻ്റെ ആത്മാവിനെയും ശരീരത്തെയും ഏതിൻ്റെ പറുദീസയിലേക്ക് കൊണ്ടുപോയി എന്നാണ് സഭയുടെ വിശ്വാസം. മാതാവിൻ്റെ മരണസമയത്ത് ശ്ലീഹന്മാരും സഹോദരന്മാരും ഔദ്യാരന്മാരും എല്ലാ അന്ന് വരെ കാലം ചെയ്ത എല്ലാ പിതാക്കന്മാരും ജീവിച്ചിരുന്ന വിശുദ്ധന്മാരും അല്ലെങ്കിൽ ശ്ലീഹന്മാരും മാതാവിൻ്റെ മരണസമയത്ത് കിടക്കി കരികെ വന്നു. പരിശുദ്ധ റൂഹായാൽ അവരവിടെ കൊണ്ടുവരപ്പെട്ടു എന്ന് നാം മനസ്സിലാക്കണം. മറിയാമിൻ്റെ ശരീരമെടുത്ത് അവർ പൊക്കിയെന്നു എന്ന് മാലാഖമാരും പരിശുദ്ധന്മാരും ശ്ലീഹന്മാരും സഹോദരന്മാരും ഒക്കെ കൂടി. മാലാഖമാരെ കാണാൻ പറ്റില്ല, എങ്കിലും അവരുടെ സാദൃശ്യം അല്ല, അവരുടെ സാന്നിധ്യം അവരുണ്ടായിരുന്നു. പൊങ്ങിപ്പോയപ്പോഴും പിന്നെ മാലാഖമാർ മാത്രമേ ഉണ്ടായുള്ളൂ, സഹോദരന്മാരൊക്കെ വിട്ടു. അങ്ങനെ ഏതെന്നെ പറുദീസായിലേക്ക് മരിച്ച് മാതാവിനെ അടക്കം ചെയ്ത. പക്ഷെ പിറ്റേ ദിവസം കബർ തുറന്ന് നോക്കിയപ്പോൾ ശരീരം കണ്ടില്ല അവിടെ. ആത്മാവ് നേരത്തെ വേർവിട്ട് പോയല്ലോ. നമ്മുടെ ഇവിടുത്തെ ശരീരം മൃതശരീരം അടക്കുന്ന പോലെയല്ലല്ലോ. ഒരു പ്രത്യേക ഒരു കല്ലറയിൽ വെക്കുകയല്ലേ, എന്നിട്ടൊരു വലിയ കല്ലുരുട്ടി വെച്ചത് മൂടി വയ്ക്കുകയായിരുന്നു. കർത്താവിനെയും അങ്ങനെയാണല്ലോ അടക്കിയത്. അപ്പോൾ പിറ്റേ ദിവസം തുറന്നു നോക്കിയപ്പോൾ ശരീരം കണ്ടില്ല. ഒരുപക്ഷെ തൈലം പൂശുവാനായിരിക്കും അവർ കല്ലറ തുറന്നു നോക്കിയത്. ഇപ്പം മാതാവിൻ്റെ ശരീരം എടുക്കപ്പെട്ടത് ഏതിൻ്റെ പറുദീസയിലേക്കാണ്. പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി ഞാനൊന്ന് പറഞ്ഞുകൊണ്ട് വേഗം തീർത്തോളാം. അപ്പോൾ മാതാവിനെ ദൈവത്തിൻ്റെ സിംഹാസനമായി കണക്കാക്കുന്നുണ്ട്, പുത്രൻ തമ്പുരാൻ്റെ സിംഹാസനം. കാരണം പുത്രൻ തമ്പുരാൻ അതിൽ ഇരുന്നുണ്ട്, അല്ലെങ്കിൽ വഹിച്ചിട്ടുണ്ട് മാതാവ്. പുത്രനെ മാതാവ് വഹിച്ചപ്പോൾ പുത്രൻ്റെ സിംഹാസനമായിട്ട്, രാജാവിൻ്റെ സിംഹാസനം ആയിട്ട് മാതാവിനെ കണക്കാക്കുന്നുണ്ട്. പിന്നെ മാതാവ് നിത്യകന്യകയായിരുന്നു. അതിന് തെളിവ് വിവാഹ നിശ്ചയത്തിന് മുമ്പ് തന്നെ അവൾ കന്യകയായിരുന്നു. കാരണം ഞാനൊരു പുരുഷനെ അറിഞ്ഞിട്ടില്ല, ഇതങ്ങനെ സംഭവിക്കുന്നു ചോദിക്കുമ്പോൾ അവൾ കന്യക തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ദേവാലയത്തിലാണ് വളർന്നു വന്നത്. പ്രസവിച്ചതിന് ശേഷവും അവൾ കന്യകയാണ്. കാരണം കൃപ നിറഞ്ഞവളാണ് അവൾ. കൃപ നിറഞ്ഞവളെ തൊടാൻ ആർക്കും ധൈര്യമില്ല, അത് സാധിക്കില്ല, പരിശുദ്ധ റൂഹ് സമ്മതിക്കില്ല. നമ്മൾ കൃപ നിറഞ്ഞവളെ എന്നാണ് ചൊല്ലുന്നത്, നന്മ നിറഞ്ഞ മറിയമേ നല്ല ചൊല്ലുന്നത്. അതൊക്കെ ഞാൻ ഇതിനുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാൻ ചെയ്യാം. കൃപ നിറഞ്ഞവൾ ഇന്നും എന്നും എന്നും അങ്ങനെ തന്നെ ആയിരിക്കുമ്പോൾ അവൾ എന്നും നിത്യകന്യകയാണ്. കൃപ നിറഞ്ഞിരിക്കുന്നിടത്തോളം കാലം അവൾ നിത്യകന്യകയാണ്. അതുകൊണ്ടാണ് നമ്മൾ കൃപ നിറഞ്ഞ മറിയമേ എന്ന് ചൊല്ലുന്നതും അവളെ നിത്യകന്യകയാണെന്ന് ഉറപ്പിച്ച് പറയുന്നത് അങ്ങനെയാണ്. പിന്നെ കാനാവിലെ കല്യാണത്തിന്
അവർക്ക് വീഞ്ഞില്ല എന്നേ പറഞ്ഞോളൂ. എനിക്ക് നിനക്ക് എന്ന് നിനക്ക് നമ്മൾ ഈ കാര്യത്തിൽ എന്താണ് ഇടപെടുന്നത്? തന്നെയല്ല, എൻ്റെ സമയം ഇതുവരെ ആയിട്ടില്ല. മാതാവ് അങ്ങനെ പറഞ്ഞു. മറ്റ് പരിചാരന്മാരോട് പറഞ്ഞു, അവൻ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളനുസരിച്ചോളാം. അപ്പം പറയുമെന്ന് മാതാവിന് ഉറപ്പുണ്ടായിരുന്നു. കാരണം അവൻ ദൈവപുത്രനാണെന്ന് അമ്മയ്ക്കറിയാം, എല്ലാവർക്കും അറിയില്ല. ഗബ്രിയേൽ മാലാഖ നമ്മളോട് പറഞ്ഞത്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ആവസിക്കും, ആയാൽ ഉത്ഭവിക്കുന്ന പ്രജ ദൈവപുത്രനെന്ന് വിളിക്കപ്പെടുമെന്നാണ്. അപ്പോൾ ദൈവപുത്രൻ്റെ അത്ഭുതം നടത്താൻ സാധിക്കും, ഇവിടെ വീഞ്ഞുണ്ടാക്കാൻ സാധിക്കും. അവൾക്ക് ഉറപ്പായിരുന്നു അത്. അങ്ങനെ നാം അതിനെ വീക്ഷിക്കൂ. പിന്നെ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുമ്പോൾ ദൈവം തന്നെ അവനത് ചെയ്തോളും. അതാണ് മാതാവിൻ്റെ മധ്യസ്ഥതയ്ക്ക് കൂടുതൽ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നു. മറ്റെല്ലാ പരിശുദ്ധന്മാരുടെയും മധ്യസ്ഥതയേക്കാൾ വളരെ വളരെ ഉയർന്ന ഒരു മധ്യസ്ഥതയാണ് മാതാവിനുള്ളത്. മാതാവ് പറഞ്ഞാൽ അത് അനുസരിക്കാതിരിക്കാൻ പുത്രന് സാധ്യമല്ല എന്നുള്ളതുകൊണ്ട് തന്നെ. പിന്നെ സമയമായിട്ടില്ല എന്ന് പറഞ്ഞെങ്കിലും പിതാവ് പുത്രനോട് പറഞ്ഞു. പിതാവ് സംസാരിക്കുന്ന പുത്രനിൽ കൂടിയാണ്. പിതാവ് പറയുന്നത് തന്നെയാണ് പുത്രൻ പറയുന്നു. പിതാവ് പുത്രനും അവിടെ ആ സംസാരത്തിൽ ഒന്ന് തന്നെയാണ്. അതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്കറിയാം ചെയ്യാം. പിതാവ് പറഞ്ഞു, നീ മറിയം പറഞ്ഞ കാര്യം നീ ചെയ്തു കൊടുക്കണം. അതാണ് നാഴിക വന്നിട്ടില്ലെങ്കിലും മാതാവ് പറഞ്ഞത് കാര്യമായി അവൻ കണക്കിലെടുത്തു. അതുകൊണ്ട് മാതാവിനുള്ള നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന തീർച്ചയായും സഫലീകരിക്കും. പക്ഷെ നമ്മുടെ പലതും സഫലീകരിക്കാത്ത പാപത്തിൽ മുഴുകി നമ്മൾ ജീവിക്കുമ്പോഴാണ്. പാപത്തിൽ മുഴുകി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിന് ഫലം കിട്ടുക അത്ര എളുപ്പമല്ല. ഒരു പാപവും കൂടാതെ ജീവിക്കാൻ ആർക്കും സാധ്യമല്ല. അത് കർത്താവിന് മാത്രമേ സാധിക്കുള്ളൂ, അത് നമുക്കറിയാം. എന്നാലും നമ്മുടെ ഇന്ദ്രിയ ആഗ്രഹങ്ങളെ നിഗ്രഹിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ പാപത്തിൽ നിന്ന് നമുക്ക് മുഴുവൻ സാധിച്ചില്ലെങ്കിലും മാറി നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കും. അത് അങ്ങനെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നത് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. പിന്നെ മാതാവിനെ ഏൽപ്പിക്കുന്ന, കർത്താവിൻ്റെ മരണസമയത്ത് ക്രൂശ് ചെയ്യുന്ന, ഇതാ നിൻ്റെ അമ്മ, ഇതാ നിൻ്റെ മകനെന്ന് പറയുന്നുണ്ട്. അപ്പോൾ യോഹന്നാൻ്റെ അമ്മ അവിടെ നിൽപ്പുണ്ട്, സൗദിപുത്രന്മാരുടെ അമ്മ അവിടെ നിൽപ്പുണ്ട്. യാക്കോബ് യോഹന്നാനും സൗദിപുത്രന്മാരാണ്. അവരോട് നിൽക്കാതെയാണ് ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞ് യോഹന്നാനെ ഏൽപ്പിക്കുന്നത്. അത് വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ സഭയെ ഏൽപ്പിച്ചു എന്നുള്ളതാണ് പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. അതാണ് സത്യവും. അപ്പോൾ മാതാവ് സഭയുടെ അമ്മയാണ്. ആ കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക. കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ മാതാവിൻ്റെ മധ്യസ്ഥത വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ ഏലിയാവ് ഹാനോക്കും ശരീരത്തോടെ എടുക്കപ്പെട്ടു എന്നൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അവർ സ്വർഗത്തിലേക്കല്ല പോയത്, പർദീസയിലേക്കാണ്. സ്വർഗത്തിലേക്ക് ആരും പോയിട്ടല്ല. അത് പിതാക്കന്മാരുടെ വ്യാഖ്യാനങ്ങളിൽ പറയുന്നുണ്ട്. ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.